ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരാനയുടെയും തയ്യൽക്കാരന്റെയും കഥയാണ്. പണ്ടൊരു മനോഹരമായ ഗ്രാമത്തിൽ ഒരാനക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ആന കളിക്കുന്നതിനിടയിൽ ഒരു തയ്യൽക്കാരൻ അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ആനക്കുട്ടി, എനിക്ക് ആനകളെ വലിയ ഇഷ്ടമാണ്. നീ കുളിക്കുവാൻ പുഴയിലേക്ക് പോകുന്ന വഴിയിലാണ് എന്റെ തയ്യൽക്കട. നീ കടയിലേക്ക് വരികയാണെങ്കിൽ എന്നും ഞാൻ നിനക്ക് സ്വാദിഷ്ടമായ പഴം നൽകാം. പിന്നീട് എല്ലാ ദിവസവും ആന കുളിക്കുവാൻ പോകുന്നതിനിടയിൽ തന്റെ തുമ്പിക്കൈ തയ്യൽക്കടയ്ക്കുള്ളിലേക്ക് നീട്ടും. തയ്യൽക്കാരൻ വളരെ സ്വാദിഷ്ടമായ പഴം അവന് നൽകുന്നത് പതിവാക്കി. അങ്ങനെ അവർ വളരെ നല്ല ചങ്ങാതിമാരായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തയ്യൽക്കാരൻ പഴം വാങ്ങി വെക്കുവാൻ മറന്നുപോയി. ആന പതിവ് പോലെ തുമ്പിക്കൈ പഴത്തിനായി കടയ്ക്കുള്ളിലേക്ക് നീട്ടി. തയ്യൽക്കാരൻ അവിടെ ഇരുന്ന ഒരു സൂചിയെടുത്ത് ആനയുടെ തുമ്പിക്കൈയിൽ ആഞ്ഞു കുത്തി. ആന വേദനയോടെ പുഴയിലേക്ക് കുളിക്കുവാൻ പോയി. കുളിക്കുന്നതിനിടയിൽ ആന തന്റെ തുമ്പിക്കൈയിൽ നിറയെ വെള്ളമെടുത്തു. എന്നിട്ട് അത് തയ്യൽക്കടയിലേക്ക് കൊണ്ടുവന്ന് ചീറ്റി. കടയിലെ തുണികൾ മുഴുവനും നനഞ്ഞു. തയ്യൽക്കാരൻ വളരെ ദുഃഖത്തിലായി. അയാൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ പോയി പഴം വാങ്ങി ആനയ്ക്ക് കൊടുത്തു. ആന പഴം കഴിച്ച ശേഷം തയ്യൽക്കാരന്റെ തുണികളെല്ലാം ഉണക്കാൻ അയാളെ സഹായിച്ചു. പിന്നീട് എല്ലാ ദിവസവും തയ്യൽക്കാരൻ ആനയ്ക്ക് പഴം കൊടുക്കുന്നത് പതിവാക്കി. അവർ നല്ല ചങ്ങാതിമാരായി മാറി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തെറ്റാരുടെ ഭാഗത്താണ്? ആനയുടെയോ അതോ തയ്യൽക്കാരന്റെയോ?